രാവിലെ മിക്ക ആളുകൾക്കും തിരക്കാണല്ലേ. അപ്പവും പുട്ടും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ നേരമില്ലാത്തവർ സാധാരണ ചെയ്യുന്നതാണ് ഓട്സ് കഴിക്കുക. അല്പം ഓട്സ് എടുത്ത് വെള്ളത്തിലോ പാലിലോ വേവിച്ചെടുത്ത് പോഷക സമ്പുഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. കുറച്ച് നാളുകളായി നമ്മുടെ ഇടയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആഹാരമാണ് ഓട്സ്. യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ നാടുകളിലും ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു പ്രഭാത ഭക്ഷണമാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. ഇതെല്ലാം സത്യമാണോ? രക്തത്തിലെ പഞ്ചസാര കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ? പ്രോട്ടീൻ, മെഗ്നീഷ്യം, അയൺ എന്നിവ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ശരീരത്തിന് ഊർജ്ജം നൽകുന്നുള്ളതും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമുക്കിതിൻ്റെ ഒരു ന്യൂട്രീഷൻ നോക്കാം. 100 ഗ്രാമിൽ നമ്മളൊരു റോ ഓട്സ് എടുക്കുകയാണെങ്കിൽ കാലറി ഏകദേശം 390 കാലറിയാണ്. കാർബോഹൈഡ്രേറ്റ് 66 ഗ്രാമും, പ്രോട്ടീൻ ഒരു 17 ഗ്രാം, ഫാറ്റ് ഒരു 7 ഗ്രാമും, ഫൈബർ ഒരു 11 ഗ്രാമുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 100 ഗ്രാമിൻ്റെ ഒരു ന്യൂട്രീഷൻ. മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അയൺ ഒരു 5 മില്ലിഗ്രാം ഉണ്ട്, മെഗ്നീഷ്യം ഒരു 170 മില്ലിഗ്രാം, ഫോസ്ഫറസ് ഒരു 500 മില്ലിഗ്രാം, സിങ്ക് ഒരു 4 മില്ലിഗ്രാം, വൈറ്റമിൻ B1 കണ്ണിനുള്ള ഒരു നല്ല വൈറ്റമിൻ, ഇതെല്ലാം അതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട്സ് നല്ലതാണോ? ഓട്സ് എന്ന് കേൾക്കുമ്പോൾ വളരെ ഹെൽത്തി ഫുഡായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഓട്സ് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഏത് ടൈപ്പാണ് നിങ്ങൾ കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, ഈ രണ്ട് കാര്യത്തിനെ ആശ്രയിച്ചാണ് അത് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത്. മിക്ക കടകളിലും കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇത് വളരെയധികം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ബ്ലഡ് ഷുഗർ വളരെ വേഗത്തിൽ ഉയർത്തും. വിശപ്പ് പെട്ടെന്ന് തീരും, പക്ഷെ അതുപോലെ വിശപ്പ് തിരിച്ചു വരും. അപ്പം ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കുന്നു എന്ന് കരുതി പല ആളുകളും വാങ്ങിച്ച് കഴിക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. അപ്പോൾ അത് പ്രശ്നമാണ്. ഇൻസ്റ്റൻറ്റ് ഓട്സിന് ഒരു ഹിഡൻ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. പെട്ടെന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കും. അതുകൊണ്ട് പഞ്ചസാര വളരെ വേഗത്തിൽ ശരീരത്തിലോട്ട് ഉയരുകയും പെട്ടെന്ന് താഴോട്ട് പോവുകയും ചെയ്യും. ഇത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം എനർജി കുറയും, നമുക്ക് ക്ഷീണം വരും. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ആഹാരം ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ദിവസം മുഴുവൻ ചെറിയ ചെറിയ സ്നാക്സ് എടുക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ എന്ത് പറ്റും? വെയിറ്റ് കൂടും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓട്സ് കഴിക്കുന്ന രീതിയാണ്. പലരും ഓട്സ് പാലിൽ പഞ്ചസാര ചേർത്ത് അല്ലെങ്കിൽ തേന് ചേർത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇതും ഹെൽത്തി ആയിട്ടാണ് പല ആളുകളും കരുതുന്നത്. പക്ഷെ ഇത് കാലറി റിച്ച് ആക്കിയാണ്. പഞ്ചസാര നിങ്ങൾ കൂട്ടുകയാണ്. പാലുണ്ട്, തേനുണ്ട്, ഓട്സ് എല്ലാം ഇതിനകത്ത് വരുമ്പോൾ ധാരാളം കാലറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഓട്സ് കഴിച്ചിട്ടും വയറിൽ കൊഴുപ്പ് കുറയാത്ത അല്ലെങ്കിൽ വണ്ണം കുറയാത്തതിൻ്റെ കാരണം ഈ കാലറി റിച്ച് ആയതുകൊണ്ടാണ്. ഓട്സിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓട്സ് മാത്രം കഴിച്ചാൽ സ്റ്റൊമക്ക് കുറച്ച് നേരത്തേക്ക് നിറയും, പക്ഷേ ശരീരത്തിന് ന്യൂട്രീഷൻ ലഭിക്കുന്നില്ല, വയറ് നിറഞ്ഞതുപോലെ തോന്നില്ല. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കും. 30 കഴിഞ്ഞ സ്ത്രീകളാണ് സാധാരണഗതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത്. മസിൽ ലോസും ഇവർക്ക് ഈ സമയത്താണ് കുറഞ്ഞു തുടങ്ങുന്നത്. മസിൽ ലോസ് വന്നു തുടങ്ങുകയാണ്. മസിലിൻ്റെ ആ ഒരു തിക്നെസ് കുറയാണ്. അപ്പോൾ കംപ്ലീറ്റ് മീലായിട്ട് നമ്മൾ ഓട്സ് കഴിക്കണമെങ്കിൽ ഇതിനോടൊപ്പം ഹെൽത്തി ഫാറ്റ്സും അതുപോലെ പ്രോട്ടീനും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് തൈര് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മുട്ട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ചേർത്ത് കഴിയാം. അതൊരു ബാലൻസ്ഡ് ഫുഡാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഡൈജഷൻ കുറച്ചുകൂടെ സ്ലോ ആവും, ഷുഗർ സ്റ്റേബിളായിട്ട് നിൽക്കും, എനർജി സ്റ്റഡി ആയിട്ട് ലഭിക്കും. ഓട്സിൻ്റെ ടൈപ്പും നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഞാൻ പറഞ്ഞു, റോൾഡ് ഔട്ട് ഉണ്ട്, സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ട്. സ്റ്റീൽ കട്ട് ഓട്ടാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ട് ഓട്ടാണ്. ബ്ലഡ് ഷുഗർ സഡനായിട്ട് ഉയർത്തില്ല. ലോങ് ടൈം ഹെൽത്ത് നോക്കുമ്പോൾ ഈ ടൈപ്പ് ഓട്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു കൺവീനിയൻ്റ് ആണെന്ന് പറയാം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തിനെ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ എങ്ങനെയാണ് ഓട്സ് കഴിക്കുന്നത് എന്നുള്ളത് പറയാം. ഞാൻ സാധാരണ 1 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോ ഓട്സാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു ദിവസം മൊത്തം വയ്ക്കും. അതായത് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കുകയുള്ളൂ. രാത്രി നമ്മൾ പാലൊഴിച്ച് വെച്ചതിന് ശേഷം രാവിലെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പംകിൻ സീഡ് ആഡ് ചെയ്യും 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ചിയ സീഡ് 1 ടീസ്പൂൺ ആഡ് ചെയ്യും, ഫ്ലാക്സ് സീഡ് 1 ടീസ്പൂൺ ആഡ് ചെയ്യും. പിന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ആൽമണ്ട് കുറച്ചിടും, പൊടിച്ചു വെച്ചിട്ടുള്ള വാൽനട്ട് കുറച്ചിടും. എന്നിട്ട് ഒരു 1.5 കപ്പ് പാലൊഴിക്കും. ആദ്യകാലങ്ങളിൽ നമ്മൾ സ്റ്റീവിയ ഉപയോഗിച്ചിരുന്നു. സ്റ്റീവിയ അറിയാമല്ലോ, നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സ്റ്റീവിയ. 2 പാക്കറ്റ്. ഇപ്പോൾ സ്റ്റീവിയ പോലും ഉപയോഗിക്കാറില്ല. സ്റ്റീവിയ ഇല്ലാതെ വെറുതെയാണ് കഴിക്കുന്നത്. ഇത് ഒരു 12 മണിക്കൂർ വെച്ചതിന് ശേഷം ആണ് പിറ്റേ ദിവസം കഴിക്കും. ഫ്രൂട്ട്സ് ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്, ബ്ലൂബെറി അല്ലെങ്കിൽ സ്ട്രോബെറി. പിന്നെ പഴമാണെങ്കിൽ ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. 2 മുട്ടയുടെ വെള്ളയും ചിലപ്പോൾ രാവിലെ കഴിക്കാറുണ്ട്. ഇതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. വിശപ്പും ഇല്ലായിരിക്കും. നല്ല ഒരു കംപ്ലീറ്റ് ഒരു മീലാണ്.
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പല മിനറൽസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചിയ സീഡും ഫ്ലാക്സ് സീഡും സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഈ നട്ട്സുകളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല മിനറൽസും നമുക്ക് കിട്ടും. പല കാൽഷ്യം ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസും എല്ലാം ഈ വഴി ഒറ്റ ഒരു ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കും. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒരു കാരണവശാലും ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കരുത്. നമ്മുടെ ട്രഡീഷണൽ ഫുഡ്സ് ആയിട്ടുള്ള പുട്ടും കടലയും ദോശയും സാമ്പാറും അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും റാഗി അതുപോലുള്ള സാധനങ്ങൾ ആഹാരത്തിന് നല്ലതാണ് ശരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം. ഈ രീതിയിൽ കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഓട്സ് കഴിക്കുന്നതിനോടൊപ്പം നമ്മളൊരു 2 മുട്ട പുഴുങ്ങിയതോടെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഓട്സ് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആക്കണമെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യണം, അതുപോലെ സ്റ്റീൽ കട്ട് ഓട്സ് ആഡ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കരുത്, തേൻ ഉപയോഗിക്കരുത്, അതുപോലെ ഇൻസ്റ്റൻറ്റ് ഓട്സും മാക്സിമം ഒഴിവാക്കുന്നതിനാണ് നല്ലത്. ഫ്ലേവറുകൾ ആഡ് ചെയ്യാത്ത ഓട്സ് വാങ്ങുന്നതാണ് നല്ലത്. ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള ഓട്സിലാണെങ്കിൽ പലതരത്തിലുള്ള ഷുഗർ കൃത്രിമമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പല പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്ര നല്ലതല്ല. ഫ്ലേവർ ഓട്സിൽ 70% അധികമായിട്ടുള്ള കാലറി. അതുകൊണ്ട് സാധാരണ ഒരു പ്ലെയിൻ ഓട്സ് തന്നെ നമ്മൾ എപ്പോഴും വാങ്ങണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓട്സിൻ്റെ അകത്ത് ധാരാളം ഫൈബർ ഉണ്ട്. വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു ഒന്നാണ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓട്സിൽ ധാരാളം ഉണ്ട്. എന്നാൽ രുചി കൂട്ടാനായിട്ട് ഓട്സ് കഴിക്കുമ്പോൾ മധുരം ചേർത്ത് കഴിഞ്ഞാൽ അത് വിപരീതപരമാകും. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു ടോപ്പിക്സ് വേണമെന്ന് തോന്നിയാൽ നമുക്ക് റാസ്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം, മുട്ട ആഡ് ചെയ്യാം. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു കാരണവശാലും നമ്മൾ ഫാറ്റി ടോപ്പിങ്സ് ആഡ് ചെയ്യരുത്. മേപ്പിൾ സിറപ്പ്, തേന്, ചില കൃത്രിമമായിട്ടുള്ള ഒഴിക്കാൻ കിട്ടുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്, അതൊരിക്കലും ഉപയോഗിക്കരുത്. അത് അധികമായിട്ടുള്ള കാലറിയാണ്, വണ്ണം വയ്ക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒരു ഏത്തപ്പഴം വേണമെങ്കിൽ പുഴുങ്ങി നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ അമിതമായി പഴുക്കാത്ത ഒരു ഏത്തയ്ക്ക ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പല ആളുകളും ചെയ്യുന്ന വേറൊരു തെറ്റെന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ അതിൻ്റെ അകത്ത് ചേർക്കും. അതും നല്ലതല്ല. ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറിൽ ഏകദേശം 190 കാലറി ഉണ്ട്. പാലും വെള്ളവും ചേർത്ത് അതിൽ ഓട്സ് വേവിച്ച് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി എങ്ങനെ കഴിക്കുക എന്നുള്ള പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാലറി കുറഞ്ഞ എന്തും ഓട്സിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് പറ്റും. ഇത് മാറ്റി മാറ്റി പരീക്ഷിക്കാം. ഇപ്പോൾ ആൽമണ്ട് നമുക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഏത്തയ്ക്ക പുഴുങ്ങിയത് ആഡ് ചെയ്യാം, ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം, അമിതമായ മധുരമില്ലാത്ത ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, മുട്ട ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല പല നട്ട്സ് ആഡ് ചെയ്യാം. പല രീതിയിൽ മാറ്റി മാറ്റി ചെയ്യുക. 1-2 മുട്ടയുടെ വെള്ള ചേർത്ത് ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അത് ട്രൈ ചെയ്ത് നോക്ക്. പ്രോട്ടീനും ഫൈബറും ധാരാളം അടക്കിയ ഈ ഒരു മീല് ഒരു കംപ്ലീറ്റ് മീലാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓട്സ് മീൽ ഡയറ്റ് എന്ന് പറഞ്ഞ് പല ആളുകളും ഓട്സ് മാത്രം കൃത്യമായിട്ട് കുറേ ദിവസം കഴിക്കുന്നുണ്ട്. അത് ശരിക്കും റെക്കമെൻഡ് അല്ല. കാരണം ഓട്സിൻ്റെ അകത്ത് പല ആവശ്യമുള്ള മിനറൽസും ഇല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതല്ല. ഒരു 3 ദിവസമൊക്കെ ആഴ്ചയിൽ കഴിക്കാം. അതിൽ കൂടുതൽ ഇത് സ്ഥിരമായിട്ടുള്ളൊരു ഓട്സ് ഡയറ്റ് മീലായിട്ട് പല ഫേസ്ബുക്കിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ പല ആളുകളും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യരുത്. ബാക്കി നേരങ്ങളിൽ ആഹാരത്തിൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാണ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് പല ആളുകൾക്കും ഇഷ്ടം. അതിൻ്റെ അകത്ത് പഴങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് പല ആളുകളും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒഴിവാക്കുക. റോ ഓട്സ് എന്ന് പറഞ്ഞാൽ അതും അവൈലബിൾ ആണ്. അതുപോലെ പല ടൈപ്പ് ഓഫ് ഓട്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും നല്ലൊരു ഓട്സ്. അത് കഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ കൂടത്തുമില്ല. അതുമാത്രമല്ല വളരെ സാവധാനമേ അത് ദഹിക്കുകയുള്ളൂ. അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും അതുപോലെ കുറച്ച് നട്ട്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് മീലായി. വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഈ രീതിയിൽ കഴിച്ചു നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.